സാഫല്യം പാർട്ട് 3. നിരാശയോടെ മുറിയിലേക്ക് പോയ ദേവൻ കല്യാണി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതും ഉള്ളിൽ ഉള്ള കള്ളത്തരം മറച്ചുപിടിച്ച് ഒന്ന് ചിരിച്ചു. ആ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? കല്യാണി ചോദിച്ചു. പിന്നെ ഞാൻ എവിടെ പോകാനാ? ഒരാഴ്ച ഞാൻ ലീവ് എടുത്തത് നിന്നോടൊപ്പം സമയം ചിലവിടാൻ വേണ്ടിയല്ലേ. എങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? ഹണിമൂണിന്, കല്യാണി ചോദിച്ചു. എങ്ങോട്ട്? ഊട്ടിയിലൊക്കെ ഞാൻ പോയതാ. പിന്നെ എവിടെ? എവിടെ പോയാലും ഞാൻ ഹാപ്പിയാ. ഊട്ടിയിൽ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. ദേവന്റെ കൂടെ അങ്ങോട്ട് മുൻപ് പോയിട്ടില്ലല്ലോ. അവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ വളരെ നല്ലതാ. ദേവൻ ഒന്ന് മൂളി. അതിനുള്ള കാശൊന്നും ഇല്ലെങ്കിലും അവൻ തൽക്കാലം പ്രസാദിനോട് കടം വാങ്ങാം എന്ന് കരുതി. ഹണിമൂൺ പ്ലാൻ അമ്മയോട് പറയുന്നത് മീനു കിച്ചണിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള കാശ് പ്രസാദിന്റെ കയ്യിൽ നിന്നും കടം വാങ്ങി കൊടുക്കാനും അമ്മയെ സോപ്പിടുന്നത് അവൾ കേട്ട് അവനോട് പുച്ഛം തോന്നി. 5 വർഷം മുൻപ് താനും ഇതുപോലെ സ്വപ്നങ്ങളുമായി വന്നവളാണ്. ഒരിക്കൽ പോലും എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടില്ല. അതിനൊരു പരാതിയും പറയാതെ കിട്ടിയ ജീവിതവുമായി പൊരുത്തപ്പെട്ടു. ഇപ്പോൾ അതും അവസാനിച്ചു. ഹണിമൂണിനായുള്ള അവരുടെ ഒരുക്കങ്ങൾ പോലും അവളുടെ കണ്ണുകൾ നിറയിച്ചു. അവർ ഇറങ്ങുന്നത് കാണാതെ തന്നെ അവൾ വിഷമത്തോടെ കിച്ചണിൽ നിന്ന് എല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഏട്ടത്തി, മുറിയിൽ ഉള്ളപ്പോൾ വാതിൽപ്പടിയിൽ നിന്നാണ് പ്രസാദിന്റെ വിളി കേട്ടത്. അവൾ എണീറ്റ് സാരിയൊക്കെ നേരെയാക്കി അവനരികിൽ ചെന്നു. പ്രസാദ്, എന്തിനാ ഇങ്ങോട്ട് വന്നത്? അമ്മ കണ്ടാൽ പിന്നെ ഇന്നിനി അതും മതി, അവൾ പരിഭവം പറഞ്ഞു. അമ്മ മകന്റെ ഹണിമൂൺ കാര്യം ചർച്ച ചെയ്യാൻ പോയതാ. അടുത്തെങ്ങും ഇനി അമ്മയെ പ്രതീക്ഷിക്കേണ്ട. ഞാൻ വന്നത് ഏട്ടത്തിയുടെ വിഷമം മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാക്കാൻ ആവുന്നതുകൊണ്ടാണ്. ഞാൻ ഏട്ടത്തിയെ വിവാഹം ചെയ്തോളാം. ഏട്ടത്തി ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി. മറ്റാരെയും പേടിക്കുകയും വേണ്ട. ഞാൻ ഏട്ടത്തിയെ എന്റെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കോളാം, പ്രസാദ് പറഞ്ഞു നിർത്തി. ഒന്നും വേണ്ട പ്രസാദ്. പ്രസാദിന് കിട്ടാനുള്ള നല്ലൊരു ജീവിതം ഞാനായിട്ടില്ലാതാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ വിധി ഇങ്ങനെയൊക്കെയാവും ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ, മീനാക്ഷി പറഞ്ഞു നിർത്തി. മീനുവിന്റെ ഉറച്ച തീരുമാനം കേട്ട് ഒന്നും പറയാനാവാതെ പ്രസാദ് ഇറങ്ങിയതും മുന്നിൽ നിൽക്കുന്ന അമ്മയെ കണ്ട് അവനൊന്ന് ഞെട്ടി. അവൾ നിന്നെ വിടാൻ ഉദ്ദേശമൊന്നുമില്ല അല്ലേടാ? അമ്മേ, അമ്മ കരുതും പോലെ, പറഞ്ഞു നിർത്തി അവൻ. ബാക്കി പറയാൻ അവന് സമ്മതിക്കാതെ അമ്മ മീനുവിന്റെ മുറിയിൽ കയറി. എടീ, നിന്റെ കയ്യിൽ നിന്നും എന്റെ ഒരു മോനെ രക്ഷിച്ചപ്പോൾ നീ എന്റെ 2ാമത്തെ മോനെ തട്ടിയെടുക്കാൻ നോക്കുന്നോ? നീ ഇവിടെ നിന്നാൽ ഇവന് കിട്ടാനുള്ള നല്ല ജീവിതം പോലും ഇല്ലാതെയാകും. മച്ചിയാണെന്നറിഞ്ഞിട്ടും അവൻ അത് മതി എന്നും പറഞ്ഞ് നടക്കുന്നത് കണ്ടില്ലേ? നീ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. അമ്മേ, ഞാൻ എങ്ങോട്ട് പോകും? മീനാക്ഷി ചോദിച്ചു. എവിടുന്നാണോ കെട്ടിയൊരുങ്ങി വന്നത് അങ്ങോട്ട് തന്നെ. നിന്റെ ആവശ്യം ഇനി ഇവിടെയില്ല. ശരിയാണ്. തന്റെ യൗവനത്തിന്റെ മാധുര്യമെല്ലാം ദേവനോടൊപ്പം കൊഴിഞ്ഞു വീണു. ഇനി തന്നെ ആർക്കും ആവശ്യമില്ല. അമ്മേ, ഏട്ടത്തി എങ്ങോട്ട് പോകാനാ? പ്രസാദ് ചോദിച്ചു. അമ്മയ്ക്കറിയില്ലേ ഏട്ടത്തിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ? എന്ന് കരുതി അവളെ ഞാൻ ഇവിടെ നിർത്തണോ? നിനക്ക് അവളുടെ പിന്നാലെ പോകാൻ വേണ്ടിയാണോ അത്? അതത് നടക്കില്ല മോനെ. എന്തെന്ന് വെച്ചാൽ എല്ലാം എടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോളണം. മീനു തന്റെ സാരിയെല്ലാം എടുത്ത് കണ്ണീരോടെ മടക്കി. ഏട്ടത്തി, പ്രസാദ് വിളിച്ചു. സാരമില്ല പ്രസാദ്. ദേവേട്ടൻ മറ്റൊരു പെണ്ണിനെ സ്വീകരിച്ച അന്നേ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചതാ. പക്ഷേ ഇനിയും മറ്റുള്ളവർക്കൊരു ഭാരമാവേണ്ടെന്ന് കരുതി എല്ലാം സഹിച്ചു നിന്നു. ഇനി ഒന്നും താങ്ങാൻ എന്റെ ഈ നെഞ്ചിന് ശക്തിയില്ല. അതുകൊണ്ട് ഇവിടം വിട്ടു പോകുന്നത് തന്നെയാണ് നല്ലത്. അവൻ നിസ്സഹായനായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ദേവനോടൊപ്പം നിലവിളക്കുമായി കയറി വന്ന ആ നിമിഷങ്ങളെല്ലാം കൺമുന്നിൽ ഓർത്തുകൊണ്ട് അവൾ അവിടെ നിന്നും വിട്ടിറങ്ങി. ഇന്ന് അവൻ പുതിയൊരു ലോകത്താണ്. അവൻ വേറൊരു പെണ്ണ് കെട്ടി എന്ന് കേട്ടപ്പോൾ തന്നെ തോന്നി ഏതു നേരത്തും നീ കയറി വരുമെന്ന്. മീനുവിനെ കണ്ടപാടെ അമ്മായി ദേഷ്യത്തിൽ പറഞ്ഞു. ഇങ്ങോട്ട് വരണമെന്ന് കരുതിയില്ല അമ്മായി. അങ്ങനെയല്ല ഇറങ്ങിയതും. മരിക്കണമെന്ന് തന്നെ കരുതിയ. പക്ഷേ അതിനുള്ള ധൈര്യം എനിക്കില്ല. അല്ലേലും കഴിവില്ലാത്ത പെണ്ണുങ്ങൾ ജീവിച്ചിരിക്കാത്തത് തന്നെയാ നല്ലത്. ദേവകി, നീ എന്താ അവളോട് പറയുന്നത്? മോളുവാ. ഒരാളുടെ വിശപ്പ് കൂട്ടി അകറ്റാനുള്ള കഴിവ് ഇപ്പോൾ എനിക്കുണ്ട്. കീറിക്കിടക്കുന്ന ഈ വീട് പോലും ബാങ്കുകാർ അടുത്തു തന്നെ കൊണ്ടുപോകും. അവളെ കെട്ടിച്ചയച്ചതിന്റെ കണക്കും കൂടി അതിൽ പെടും, ദേവകി ഉച്ചത്തിൽ പറഞ്ഞു. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും എല്ലാവർക്കും ഒരുമിച്ചിറങ്ങാം. മോൾക്കറിയാലോ ഇവളുടെ സ്വഭാവം. മോൾ അതൊന്നും കാര്യമാക്കേണ്ട. മീനാക്ഷി ഒന്ന് മൂളി. അവൾ മൂളിയെക്കൊണ്ട് അകത്തേക്ക് കയറി. അമ്മായിയുടെ ശാപം എന്നും കേൾക്കാറുണ്ട്. അതൊന്നും കാര്യമാക്കാതെ അവൾ ആ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്തു തീർത്തു. തന്റെ ഭർത്താവ് ഇന്ന് മറ്റൊരു പെണ്ണിന്റെ കൂടെയാണെന്നോർക്കുമ്പോൾ എല്ലാം അവളുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകും. ദൈവങ്ങളെപ്പോലും വെറുത്തുപോയി. മോളെ, എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്, അമ്മാവൻ പറഞ്ഞു. എന്താ അമ്മാവ? എന്താണെങ്കിലും അമ്മാവൻ എന്നോട് പറയാം.
എത്രയെന്ന് വെച്ചാ മോളെ നീ ഇങ്ങനെ നിൽക്കുന്നത്? മോൾ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കിന് ഒരു വിലയും ഇല്ലാതായിപ്പോയല്ലോ എന്നാ എന്റെ വിഷമം. അമ്മാവന് ഞാനൊരു ഭാരമാണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഒരു ജോലിക്ക് പോണം. അതിനെപ്പറ്റി ഞാൻ അമ്മാവനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഞാനുള്ളപ്പോൾ മോൾ ജോലിക്കൊന്നും പോകണ്ട. അത് കഴിഞ്ഞാൽ മോളുടെ അവസ്ഥ എന്താകും എന്നോർത്താ എന്റെ വിഷമം. അതുകൊണ്ടാണ് ഈ അമ്മാവൻ പറയുന്നത്. മോൾ അതനുസരിക്കണം. അമ്മാവന് ഞാൻ അനുസരിക്കാതിരിക്കുമോ? അമ്മാവൻ പറഞ്ഞോളൂ. ഇന്നലെ ആ ബ്രോക്കർ കടയിലുള്ളപ്പോൾ ഒരു ആലോചനയുടെ കാര്യം പറയുന്നത് കേട്ടു. അയാൾ അത് വേറെ ആരോടോ പറഞ്ഞതാ. അത് കേട്ടപ്പോൾ എനിക്ക് നിന്റെ കാര്യം ഓർമ്മ വന്നു. എന്റെ കുറവുകളൊക്കെ അമ്മാവൻ അറിയുന്നതല്ലേ. എന്നിട്ട് എന്തിനാ അമ്മാവാ? ആ കുറവുകൾ തന്നെയാണ് അവർക്കും ആവശ്യം. 1 വയസ്സ് പ്രായമുള്ള അവരുടെ കുഞ്ഞിനെ നോക്കാൻ അമ്മയുടെ സ്ഥാനത്തേക്ക് ഒരു പെണ്ണ് വേണം. ജാതിയൊന്നും പ്രശ്നമല്ല. ആരായാലും ഒരിക്കലും അമ്മ ആകാത്ത ഒരു പെണ്ണിനെ വേണം എന്നാ അവൻ പറഞ്ഞത്. അതൊരു പക്ഷേ മറ്റൊരു കുഞ്ഞുണ്ടായാൽ അവരെ കുഞ്ഞിനെ വേണ്ടത്ര ശ്രദ്ധിക്കില്ലെന്ന് കരുതിയാകും. അങ്ങനെ ഒന്ന് തന്നെയല്ലേ മോളെ നമ്മൾക്കും ആവശ്യം. അതുകൊണ്ട് മോൾ നന്നായൊന്ന് ആലോചിക്കൂ. ഒരു ജോലി വേണം എന്നല്ലേ മോളുടെ ആഗ്രഹം. ഇതൊരു ജോലിയായി കണ്ടാൽ മാത്രം മതി. അമ്മാവന്റെ വാക്കുകൾക്ക് മുൻപിൽ മീനു ഒന്നും പറയാനാകാതെ നിന്നു. ദേവേട്ടന് പകരം മറ്റൊരാളെ തനിക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. അവൾ വേദനയോടെ അവനോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർത്തു. എത്ര സന്തോഷകരമായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഒരു കുഞ്ഞ് എന്ന ചോദ്യം ഉയർന്നു വന്നതോടെ ആ ജീവിതം തകർന്നു. അന്നൊക്കെ ദേവേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതുമില്ല. ഇല്ല അമ്മാവാ, എന്നെക്കൊണ്ട് പറ്റില്ല. ദേവേട്ടന് പകരം മറ്റൊരാളെ കാണാൻ എനിക്ക് ഈ ജന്മമാവില്ല, മീനാക്ഷി പറഞ്ഞു. എങ്കിൽ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ അവനെയും ഓർത്തു നിന്നോ. ആ കുഞ്ഞിനെ നോക്കാൻ ഒരമ്മയെ വേണം എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അല്ലാതെ നിന്നെ അയാൾക്ക് ഭാര്യയായിട്ട് വേണം എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. നിനക്കോ അമ്മ ആവാൻ പറ്റില്ല. ആ കുഞ്ഞിനെയെങ്കിലും നോക്കി ജീവിച്ചൂടെ മോളെ? നീ കൺമുന്നിലുള്ളപ്പോൾ ദേവൻ അവിടെ മറ്റൊരു പെണ്ണും കെട്ടി സുഖമായിരിക്കുന്നു. നീ മാത്രം അവനെ ഓർത്തിരുന്നിട്ട് എന്തിനാ? അമ്മായി പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഒരിക്കൽ പോലും ദേവേട്ടൻ എന്നെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ദേവകി, നീ അകത്തു പോ. അവളോട് ഞാൻ സംസാരിച്ചോളാം. അവർ മീനുവിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് നടന്നു. മോളെ, എന്റെ കാലശേഷം നീ എങ്ങനെ ജീവിക്കും എന്നോർത്താ ഇപ്പോൾ എന്റെ ആവലാതി. ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ടല്ലേ നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്. അപ്പോ ദൈവമായിട്ട് നിനക്ക് അമ്മയാകാൻ ഒരവസരം തന്നിരിക്കുകയാണ്. അത് നീയായിട്ട് നഷ്ടപ്പെടുത്തരുത്. ഒരുപക്ഷെ നിനക്ക് അങ്ങനെ ഒരു ഭാഗ്യം തരാതിരുന്നത് ഈ കുഞ്ഞിനു വേണ്ടി ദൈവം കണ്ടുവച്ചത് നിന്നെ ആയതുകൊണ്ടാകും. ശരിയാണ്. ദൈവം അമ്മയാകാൻ എനിക്കൊരവസരം തന്നു. പക്ഷെ എന്റെ ജീവിതം 5 വർഷം കൂടെ കഴിഞ്ഞതല്ലേ ഞാൻ. എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ? മറക്കണം. ഇനി അതൊന്നും ഓർത്തിട്ട് ഒരു കാര്യവുമില്ല. എല്ലാം നീ മറക്കണം. നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്തവരെ നീ എന്തിനാ? എല്ലാം മറക്കാൻ അവൾ മനസ്സിനെ പാകപ്പെടുത്താൻ തുടങ്ങി. ഇതെന്താ അമ്മേ, ഈ വീട് ഇങ്ങനെ ആകെ അലങ്കോലമാക്കിയിട്ടിരിക്കുന്നത്? ഒന്ന് തൂത്തുവാരിക്കൂടെ? 3-4 ദിവസത്തെ ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്നപാടെ ദേവൻ വീട് മുഴുവൻ നോക്കിക്കൊണ്ട് അമ്മയോടായി പറഞ്ഞു. എന്റെ ഈ കാര്യം വെച്ച് ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാനാ? എന്തായാലും നിങ്ങൾ വന്നല്ലോ. ഇനി ഇതൊക്കെ കല്യാണിമോൾ ചെയ്തോളും. അവൾ ദേവനെ ഒന്ന് നോക്കി. മീനു ഇല്ലേ ഇവിടെ? അവൾ ചോദിച്ചു. അവളെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടു. നിങ്ങൾ പോയ പിന്നാലെ അവളെയും പ്രസാദിനെയും മുറിയിൽ കണ്ടപ്പോൾ ഞാൻ അവളെ പിടിച്ചിറക്കി വിട്ടതാ. അവനും പിന്നെ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. എന്റെ മക്കളെ ജീവിതം തകർക്കാനായിട്ട് ഇങ്ങനെ ഒന്ന്. എവിടെയെങ്കിലും പോയി തുലയട്ടെ, നാശം. ദേവൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് നടന്നു. ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്യണമല്ലേ എന്നോർത്ത് കല്യാണി. അവൻ വന്നിട്ടില്ല, അമ്മ പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ലേലും അവൻ ഇതിനൊന്നും താല്പര്യമില്ല. എനിക്ക് വയസ്സും പ്രായവും ഒക്കെ ആയില്ലേ. അതുകൊണ്ട് ഈ മോൾക്ക് വേണ്ടി അവൻ സമ്മതിച്ചു എന്നേ ഉള്ളൂ. അവൻ ഹോസ്പിറ്റലിൽ പോയാൽ പിന്നെ മോളെ നോക്കാൻ ആരെങ്കിലും കൂടെ തന്നെ വേണം. മോളെ പിന്നാലെ ഓടാൻ എനിക്ക് ഈ പ്രായത്തിലാവില്ലല്ലോ. മീനു അവർക്ക് മുന്നിൽ ചായയുമായി വന്നു നിന്നു. വിഷമങ്ങൾ ഒന്നും തന്നെ പുറത്തു കണ്ണീരായി ചാടാതിരിക്കാൻ അവൾ നന്നായി പാടുപെട്ടു. ആ കുഞ്ഞു ചിരിയിലാണ് അവരുടെ മടിയിലിരിക്കുന്ന മോളെ മീനു കണ്ടത്. വാത്സല്യത്തോടെ അവൾ അതിനെ ഒന്ന് നോക്കി. അവളുടെ പാൽപുഞ്ചിരി കണ്ടതും അവൾ വിഷമങ്ങളെല്ലാം മറന്ന പോലെ ചിരിച്ചു. എന്താ മോളെ പേര്? മീനു ചോദിച്ചു. ചിന്നു എന്നാ അവൻ വിളിക്കുന്നത്. മീനു പുഞ്ചിരിയോടെ അവളെ നേരെ കൈ നീട്ടിയതും മോൾ അവളുടെ കയ്യിൽ പോകാൻ ആദ്യമൊന്ന് മടിച്ചു. പരിചയമില്ലാത്തവരുടെ ആരുടെയും അടുത്ത് പോവില്ല. അങ്ങനെയാ അവൻ കൊണ്ടു നടക്കുന്നത്. മീനു മോളെ നേരെ ബിസ്ക്കറ്റ് എടുത്തു നീട്ടിയതും അത് വാങ്ങി. എങ്കിലും വീണ്ടും അവൾ കൈ നീട്ടിയപ്പോൾ മോൾ അത് നിരസിച്ചു. മോളെ ഒന്ന് കയ്യിലെടുക്കാൻ അവളിലെ അമ്മ മനസ്സ് തുടിക്കുകയായിരുന്നു. മോളുടെ നോട്ടം മുന്നിലുള്ള ഫ്ലവറിലാണെന്ന് കണ്ടതും അവൾ അതെടുത്ത് മോൾക്ക് നേരെ നീട്ടി. മോൾ അത് ചിരിയോടെ വാങ്ങി കുഞ്ഞിക്കൈകൾ നീട്ടിയതും മീനു അത് മോളെ കയ്യിൽ കൊടുക്കാതെ അവളുടെ നേരെ കൈകൾ നീട്ടി. ആ റെഡ് കളർ ഫ്ലവർ മോളെ ആകർഷിച്ചത് കൊണ്ടാവാം
മോൾ മീനുവിന്റെ കയ്യിലേക്ക് ചാടി വീണു. അവൾ മോളെ കവിളിൽ പുഞ്ചിരിയോടെ ഉമ്മ വെച്ചു. അവൾക്ക് മോളെ വിട്ടുകൊടുക്കാൻ പോലും തോന്നിയില്ല. മോളും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ മോൾക്ക് വേണ്ടിയെങ്കിലും ഇനിയുള്ള കാലം ജീവിക്കണം ഒരമ്മയായി. ഞാൻ മീനാക്ഷിയെ ചെന്ന് കണ്ടു. നല്ല കുട്ടി. ചിന്നുമോളെ എത്ര പെട്ടെന്നാ അവൾ കയ്യിലെടുത്തത്. മോളെ അവൾ പൊന്നുപോലെ നോക്കും, അത് ഉറപ്പാ, അമ്മ പറഞ്ഞു. എബി ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഇനിയും ഒരു പെണ്ണിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം എന്ന് കരുതിയതല്ല. പക്ഷേ മോൾക്ക് വേണ്ടി മാത്രം. അവൾക്കൊരമ്മയെ വേണം. അവൻ മോളെ എടുത്ത് അടുത്ത മുറിയിലേക്ക് നടന്നു. നമുക്കുറങ്ങണ്ടേടാ, എബി മോളോടായി പറഞ്ഞു. നീ ഒന്നും പറഞ്ഞില്ല, അമ്മ ചോദിച്ചു. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. എനിക്ക് വേണ്ടിയല്ലല്ലോ അമ്മേ, മോൾക്ക് വേണ്ടിയല്ലേ. മോളെ ഒരമ്മയായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെണ്ണ്, അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. നിനക്ക് അവളുടെ ഫോട്ടോ കാണണ്ടേ, അമ്മ ചോദിച്ചു. വേണ്ട അമ്മേ, ആരായാലും എന്തായാലും കുഴപ്പമില്ല. ഒരിക്കലെല്ലാം ഒത്തുനോക്കി കെട്ട് നടത്തിയതല്ലേ. അവൻ നിരാശയോടെ അതും പറഞ്ഞ് മുറിയിലേക്ക് നടന്നു.